എം.കെ. സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കരൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് 39 മരണം സ്ഥിരീകരിച്ചു എന്നതാണ് ഔദ്യോഗികമായി ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. 17 സ്ത്രീകൾ ഈ ദുരന്തത്തിൽ ഇരയായിട്ടുണ്ട്. 17 സ്ത്രീകൾ കൊല്ലപ്പെട്ടു, 13 പുരുഷന്മാർ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള 9 പേർ കുട്ടികളാണ്. അതിൽ 5 പെൺകുട്ടികൾ, 4 ആൺകുട്ടികൾ. ഇതാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വ്യക്തമാക്കിയത്. കുടുംബത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കും. അതിൻ്റെ ഭാഗമായാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം ധനസഹായം, പരിക്കേറ്റവർക്കുള്ള 1 ലക്ഷം ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചത് എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പരിപാടിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് എം.കെ. സ്റ്റാലിൻ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം സംസാരിക്കുമ്പോൾ വിശദീകരിച്ചത്. വിവരിക്കാൻ കഴിയാത്തത്ര വലിയ ദുരന്തം എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കരൂരിൽ ആശുപത്രിയിലെത്തി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച ശേഷം ഒരു അവലോകന യോഗത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു കൂടിയാലോചന അവിടെ ഉണ്ടായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. പരിക്കേറ്റവരെ അദ്ദേഹം നേരിൽ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. രാഷ്ട്രീയ കക്ഷികളുടെ യോഗത്തിൽ ഇതുവരെയും നടന്നിട്ടില്ലാത്ത വലിയൊരു ദുരന്തമാണ്, വലിയൊരു സംഭവമാണ് ഉണ്ടായത് എന്നും എം.കെ. സ്റ്റാലിൻ വിശദീകരിക്കുകയായിരുന്നു.